ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കേരള പോലീസ് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ശക്തമായ മഴയിൽ വൻ നാശനഷ്ടം. വടക്കൻ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 2027 സെൻസസിനുള്ള ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിന്റെ അവസാനത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റ് നിഗോസ് ക്രിസ്റ്റോഡുലൈസുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം കാനഡയിൽ എത്തും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. വിദേശ പര്യടനത്തിന്റെ 3ാം പാദത്തിൽ ശ്രീ മോദി ക്രൊയേഷ്യ സന്ദർശിച്ച് ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കേരള പോലീസ് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്ത്രീ ശാക്തീകരണത്തിനായി കേരളം നിരവധി നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും ഇതിന്റെ ഭാഗമായാണ് കേരള പോലീസിലേക്ക് കൂടുതൽ സ്ത്രീകളെ നിയമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 19ാമത് സി ബാച്ചിലെ 144 റിക്രൂട്ട് വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സേനയിൽ വനിതാ പ്രാതിനിധ്യം മതിയായ അനുപാതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് 2017 വനിതാ സായുധ പോലീസ് ബറ്റാലിയന് രൂപം നൽകിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വിവിധ മേഖലകളിൽ സ്ത്രീകൾക്ക് തുല്യ അവസരം ഉറപ്പുവരുത്തുക, അതോടൊപ്പം അവരുടെ സാമൂഹിക പദവി ഉയർത്തുക, ഇതിന് സ്ത്രീ ശാക്തീകരണം പ്രധാനമാണ്. കേരളം അതിനായുള്ള ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. കേരള പോലീസിലേക്ക് സ്ത്രീകളെ കൂടുതലായി റിക്രൂട്ട് ചെയ്യാനും പോലീസിനുള്ളിൽ തന്നെ അവർക്ക് കൂടുതൽ അവസരം നൽകാനും സർക്കാർ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. സംസ്ഥാനത്തുടനീളം വൻതോതിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ കുട്ടനാട്, അമ്പലപ്പുഴ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ചും മറ്റ് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രിയാത്രയ്ക്കും വിനോദസഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ജില്ലയിലെ പ്രധാന നദികളെല്ലാം കരകവിഞ്ഞ് ഒഴുകി തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ജില്ലയിലെ കാര്യങ്കോട്, നീലേശ്വരം, ഉപ്പള, മോഗ്രാൽ തുടങ്ങിയ നദികളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. കാഞ്ഞങ്ങാട്, ആറങ്ങാടിക്കടുത്തുള്ള അരയിപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിനാൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മധുവാഹിനിപ്പുഴയും മഞ്ചേശ്വരം പുത്തുകൈപ്പുഴയും കരകവിഞ്ഞ് ഒഴുകി തുടങ്ങി. വെള്ളരിക്കുണ്ട് താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചിലുമുണ്ടായി. മാലോത്ത് വില്ലേജിൽ പറമ്പ ഗവൺമെന്റ് LP സ്കൂളിൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. 36 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നദികളിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആലപ്പുഴ ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ കുട്ടനാട് വീണ്ടും വെള്ളത്തിൽ മുങ്ങുന്നു. ജൂൺ ആദ്യ ദിനങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു. ക്യാമ്പുകളിൽ അഭയം തേടിയ ദുരിതബാധിതർ മടങ്ങിയെത്തി ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത മഴ എത്തിയത്. പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. പ്രദേശങ്ങളിലെ കനത്ത മഴയും വെള്ളപ്പൊക്കത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉണ്ടായ ശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ജില്ലയിലെ പ്രധാന നദികളെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ഊന്നൂർ പുഴയിൽ വാർണിംഗ് ലെവലിന് മുകളിലാണ് ജലനിരപ്പ്. വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വിലങ്ങാട്, കാവിലുംപാറ തുടങ്ങിയ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. മുൻകരുതലുകളുടെ ഭാഗമായി ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറി താമസിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാരിഷാളിലും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ചാത്തമംഗലത്തെ ചെറുപുഴയിൽ കാണാതായ വയോധികരെ കണ്ടെത്താൻ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിൽ വെള്ളം കൂടുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. കാരശ്ശേരി പഞ്ചായത്തിലെ ചോണാട് വെള്ളം കയറിയിട്ടുണ്ട്. മാനാഞ്ചിറ റോഡിൽ യാത്ര ദുഷ്കരമാണ്.
പാലക്കാടും കനത്ത മഴ തുടരുകയാണ്. മണ്ണാർക്കാട് മഴയിൽ കുതിർന്ന വീടിന്റെ ഭിത്തി തകർന്ന് ദേഹത്ത് വീണ് വയോധിക മരിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. പലയിടത്തും വെള്ളം കയറി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാന പുഴകൾ നിറഞ്ഞു. പറശ്ശിനിക്കടവിൽ കാർ റോഡിൽ നിന്ന് താഴേക്ക് പതിച്ച് കൊല്ലം സ്വദേശികളായ ദമ്പതിമാർക്ക് പരിക്കേറ്റു. ജില്ലയിൽ ഇന്നലെ ഒരു മരണവും ഉണ്ടായി. പലയിടത്തും മരം വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴയ്ക്ക് ഇന്ന് രാവിലെ നേരിയ ശമനം. അതേസമയം ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ കാറ്റ് വീശുന്നുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിൽ ഹൈറേഞ്ച് ഓറഞ്ച് വ്യത്യാസമില്ലാതെ ഇന്നലെ രാത്രിയിൽ തുടർച്ചയായി മഴ പെയ്തിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ മഴയുടെ ശക്തി കുറഞ്ഞു. ശക്തമായ കാറ്റിൽ ഇടുക്കി ചെമ്മണ്ണാറിൽ കവുങ്ങ് വീടിന് മുകളിലേക്ക് പതിച്ചതിനെ തുടർന്ന് ആസ്ബസ്റ്റോസ് പാളി അടർന്നു വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റു. ചിന്നക്കനാൽ BL റാവിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് 10ഓളം വൈദ്യുതി പോസ്റ്റുകൾ തകർന്നതിനെ തുടർന്ന് പ്രദേശത്താകെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. ജലനിരപ്പ് നിയന്ത്രിച്ചു നിർത്തുന്നതിനായി ലോവർ പെരിയാർ, കല്ലാർകുട്ടി, മലങ്കര എന്നീ ഡാമുകളിൽ നിന്നും ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കാസർഗോഡ്, ഉപ്പള, നീലേശ്വരം, പത്തനംതിട്ട, മണിമലയാർ തുടങ്ങിയ നദികളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ശിരുവാണി ഡാമിന്റെ ഷട്ടർ 150 സെന്റിമീറ്റർ ഉയർത്തി. ശിരുവാണിപ്പുഴ, ഭവാനിപ്പുഴ എന്നിവയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ ചാലക്കുടിയിലെ സ്വകാര്യ പെയിന്റ് ഗോഡൌണിൽ വൻ തീപിടുത്തം. രാവിലെ 8:30-ക്ക് ശേഷം തീപിടിച്ചു എന്നാണ് നിഗമനം. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന ഭൂരിഭാഗം പെയിന്റുകളും കത്തിനശിച്ചു എന്നാണ് കരുതുന്നത്. ചാലക്കുടി പോലീസ് സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 2027 സെൻസസിനുള്ള ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതാദ്യമായി പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടക്കുന്നുണ്ട്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലായാണ് നടപ്പിലാക്കുന്നത്. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ഉച്ചയ്ക്ക് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം സെക്രട്ടറി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. 3 മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി സമിതിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ രൂപവത്കരിക്കും. ആരോഗ്യരംഗത്ത് മികവുറ്റ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞ നാടാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ സാംക്രമിക രോഗങ്ങളെ തടയുന്നതിന് ഇനിയും മുന്നേറേണ്ടതുണ്ടെന്നും അതിൽ വലിയ പങ്ക് ജന്തുജന്യ രോഗങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള വെറ്ററിനറി ആന്റ് അനിമൽ സയൻസസ് സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ പണികഴിപ്പിച്ച വിവിധ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 3ാമത്തെയും അവസാനത്തേതുമായ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇന്നു മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താൽക്കാലിക പ്രവേശനത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ഇനി അവസരം ഉണ്ടായിരിക്കില്ല. സ്പോട്ട് കോട്ടയുടെ അവസാന അലോട്ട്മെന്റും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും. ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാം. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത ദക്ഷിണേന്ത്യൻ തൊഴിൽ നൈപുണ്യ വികസന മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഹൈദരാബാദിൽ എത്തി. പ്രധാനമായും 3 വിഷയങ്ങളാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിൽ IT വികസനത്തിനായി 1440 കോടി രൂപയുടെ പദ്ധതി, തിരുവനന്തപുരത്തും കൊച്ചിയിലും മെട്രോ റെയിൽ ടെക്നോളജി കോഴ്സ് നടത്തുന്നതിനുള്ള കൂടുതൽ സഹായങ്ങൾ, 2 മൾട്ടി ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള സഹായങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മന്ത്രി സമർപ്പിക്കും. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കടലിലെ നിന്ന് കരുതുന്ന ഇന്ധന ടാങ്കർ ഇന്ന് രാവിലെ അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാഴം തീരത്ത് അടിഞ്ഞു. ടാങ്കർ കാലിയാണെന്നാണ് വിവരം. അമ്പലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി. ആളുകൾ അടുത്തുവരാതിരിക്കാൻ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 518 പോയിന്റ് നേട്ടത്തിൽ 81,637-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 174 പോയിന്റ് നേട്ടത്തിൽ 24,893-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. കേരള പോലീസ് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ശക്തമായ മഴയിൽ വൻ നാശനഷ്ടം. വടക്കൻ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 2027 സെൻസസിനുള്ള ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവത്കരിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ അവസാനത്തെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.